ഹായ്, എല്ലാ എക്സാമിനേഷൻസിനും ചോദിക്കുന്ന ഭാഗമാണ് കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. PSC, SSC, ബാങ്ക്, CSCB എല്ലാ എക്സാമിനേഷനും ഒരു ചോദ്യമെങ്കിലും ഈ ഭാഗത്ത് നിന്ന് ഉറപ്പാണ്. കോൺകോഡിലെ ചെറിയ ട്രിക്കാണെന്ന് പറയാൻ പോകുന്നത്. വൺ ഓഫ് ദ കഴിഞ്ഞിട്ട്, ഉദാഹരണം വൺ ഓഫ് ദ കഴിഞ്ഞ് ചിൽഡ്രൻ ആണോ ചൈൽഡ് ആണോ എന്ന് സംശയം ഉണ്ടാവാറുണ്ട്. സംശയിക്കേണ്ട, ശ്രദ്ധിക്കുക. വൺ ഓഫ് ദ ചിൽഡ്രൻ എന്നേ പറയൂ. വൺ ഓഫ് ദ മാത്രമല്ല, വൺ ഓഫ് ദ, ഈച്ച് ഓഫ് ദ, എവരി വൺ ഓഫ് ദ, എയ്തർ ഓഫ് ദ, നെയ്തർ ഓഫ് ദ. വൺ ഓഫ് ദ, ഈച്ച് ഓഫ് ദ, എവരി വൺ ഓഫ് ദ, എയ്തർ ഓഫ് ദ, നെയ്തർ ഓഫ് ദ കഴിഞ്ഞിട്ട് പ്ലൂരൽ നൗൺ ആണ് വേണ്ടത്. വൺ ഓഫ് ദ ചിൽഡ്രൻ എന്നേ പറയൂ. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്നേ പറയൂ. സ്റ്റുഡന്റ് എന്ന് പറയരുത്. എവരി വൺ ഓഫ് ദ പ്ലേയേഴ്സ് എന്നേ പറയൂ. പ്ലെയർ എന്ന് പറയരുത്. എയ്തർ ഓഫ് ദ, നെയ്തർ ഓഫ് ദ എല്ലാത്തിനും ഇതേ റൂള് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ വൺ ഓഫ് ദ ചിൽഡ്രൻ കഴിഞ്ഞിട്ട് വേണ്ടത് സിംഗുലർ വെർബാണോ പ്ലൂറൽ വെർബാണോ എന്നാണ് അടുത്ത സംശയം. വൺ ഓഫ് ദ ചിൽഡ്രൻ ഈസ് എന്നേ പറയൂ. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് ഈസ് എന്നേ പറയൂ. എവരി വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് എന്നേ പറയൂ. ഈസ് എന്നേ പറയൂ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സിംഗുലർ വെർബേ ഉപയോഗിക്കൂ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ വൺ ഓഫ് ദ കഴിഞ്ഞ് പ്ലൂറൽ നൗൺ കഴിഞ്ഞ് സിംഗുലർ വെർബാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞ എല്ലാ യൂസേഴ്സിനും ഇതേ റൂള് ആപ്ലിക്കബിൾ ആണ്. ഓർത്തു വെച്ചോളൂ, മാർക്ക് വാങ്ങിക്കോളൂ. ഓക്കെ.